കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അങ്ങേയറ്റം മൃഗീയമായ രീതിയിലാണ് പീഡിപ്പിക്കപ്പെട്ടതെന്ന് അതിജീവിത പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. 7 മണിക്കൂറോളം നീണ്ട പീഡനത്തിനിടെ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്കും ശക്തമായ ശ്വാസതടസ്സവും ഉണ്ടായി. പെൺകുട്ടിയുടെ മൊഴി വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിക്രൂരമായ പീഡനമാണ് നിയമവിദ്യാർത്ഥിനി നേരിട്ടതെന്ന വിവരങ്ങളാണ് കൊൽക്കത്ത പോലീസിൽ നിന്നും ലഭിക്കുന്നത്. കോളേജ് ക്യാമ്പസിന്റെ കവാടത്തിൽ പെൺകുട്ടിയെ തടഞ്ഞ മുഖ്യപ്രതി മനോജിത് മിശ്ര തന്റെ ലൈംഗിക ഇംഗിതത്തിന് കീഴ്പ്പെടണമെന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാളെ തള്ളിമാറ്റി നിയമവിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ 7 മണിക്കൂറോളം ഗാർഡ് റൂമിൽ പൂട്ടിയിട്ട് മനോജിത് മിശ്രയും സംഘവും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ക്രൂര പീഡനത്തിനിടെ അതിജീവിതയ്ക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി. കനത്ത ശ്വാസതടസ്സമുണ്ടായതോടെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അക്രമികളോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അവർ വഴങ്ങിയില്ല. താൻ മരിക്കാൻ പോവുകയാണ്, തന്റെ ഇൻഹെയിലറെങ്കിലും എടുത്തു തരൂ എന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടപ്പോൾ പ്രതികളിലൊരാൾ പെൺകുട്ടിക്ക് ഇൻഹെയിലർ നൽകി. ഗാർഡ് റൂമിന് വെളിയിൽ കസേരയിട്ട് ഇരുന്നതല്ലാതെ സെക്യൂരിറ്റിയും അതിജീവിതയെ സഹായിച്ചില്ല. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് മനോജിത് മിശ്രയടക്കം 3 പേരെ കോളേജിൽ നിന്നും പുറത്താക്കി. പ്രതികളെ സംരക്ഷിക്കുന്ന മമതാ സർക്കാരിന്റെ നിലപാടിനെതിരെ BJP പ്രതിഷേധം ശക്തമാവുകയാണ്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.